ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ 1K ലൈക്ക് നമ്മുടെ ടാർഗറ്റ് ആണ്. അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ വർഷ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. എന്ത് ചെയ്ത ശ്രീകാന്ത് ഫോൺ എടുക്കുന്നില്ല. നമ്മുടെ ശ്രീകാന്ത് എങ്ങനെ ഫോൺ എടുക്കും? സച്ചി അത്രമാത്രം ഭീഷണിപ്പെടുത്തി. അതിനോടൊപ്പം തന്നെ വർഷയുടെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെയാണ് പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ശ്രീകാന്തിനെ വക വരുത്താൻ തന്നെയാണ് കുറച്ച് ഗുണ്ടകളെയൊക്കെ വിട്ടത്. ഏതായാലും നമ്മുടെ ശ്രീകാന്തിന് ഒന്നും പറ്റുന്നതിന് മുമ്പ് സച്ചി വന്ന് രക്ഷപ്പെടുത്തി. അപ്പൊ അതൊക്കെ ഇങ്ങനെ മെമ്മറി കിടക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ശ്രീകാന്ത് ഫോൺ എടുക്കാത്തത്. ഇപ്പം വർഷ കുറേ തവണ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വർഷയ്ക്ക് സത്യം പറഞ്ഞ ദേഷ്യം വരികയാണ് കേട്ടോ. ലാസ്റ്റ് വർഷയുടെ അവസാനത്തെ ആ ഒരു അടവെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ രേവതിനെയാണ് ഫോൺ വിളിക്കുന്നത്. അങ്ങനെ രേവതി കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതിയുടെ ഫോൺ ബെല്ലടിച്ചതും എടുത്തു നോക്കിയപ്പോഴത്തേക്കും വർഷയാണ് വിളിക്കുന്നത്. രേവതിക്ക് വർഷേനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വർഷ ഫോൺ വിളിച്ച ഉടനെ തന്നെ എടുത്തിട്ട്, ഇതാരും വർഷയോ, എത്ര ദിവസമായി വിളിച്ചിട്ട്, കുറെ നാളായല്ലോ സംസാരിച്ചിട്ട്, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പം ഞാനും കുറെ നാളായില്ലേ ചേച്ചി നല്ല രേവതി വിളിച്ചിട്ട്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രേവതിനെ വിളിച്ചത്. രേവതിക്ക് എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് വിശേഷമൊന്നുമില്ല, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അല്ല, രേവതിക്കും രേവതിയുടെ ഭർത്താവിനും ഇടയിൽ എന്തോ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് എന്നോട് വന്ന് പറഞ്ഞായിരുന്നു ശ്രീകാന്ത്. ആ പ്രശ്നമൊക്കെ സോൾവ് ആയോ എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പ്രശ്നം, ഏത് പ്രശ്നം? അത് എന്തോ രേവതി മറച്ചു വെച്ചെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഓ അതോ, അതൊക്കെ സോൾവ് ആയി, അതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു, ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ. അല്ല, എന്താ വെറുതെ വിളിച്ചതാണോ വർഷാന്ന് ചോദിച്ചപ്പം, വെറുതെ വിളിച്ചതൊന്നുമല്ല, ഞാനിവിടെ സ്റ്റുഡിയോയിലാണ് ഉള്ളത്. അതാ ഭക്ഷണം കഴിക്കാറായോ എന്ന് ചോദിച്ചപ്പോൾ ഉച്ച സമയത്തല്ലേ വിളിച്ചപ്പോൾ രേവതി ചോദിച്ചത് ഭക്ഷണം കഴിക്കാറായോ എന്ന്. അപ്പം പറഞ്ഞു ഇപ്പം ലഞ്ച് ബ്രേക്കാണ്, ഞാൻ എന്നും ഓർഡർ ചെയ്യുന്നത് ശ്രീകാന്തിന്റെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇന്നാണ് അവനെ വിളിച്ചിട്ടിട്ട് കിട്ടുന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ കിട്ടാനാ, അവന് അവിടെ ഇല്ലല്ലോ, അവനിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇല്ല, ശ്രീകാന്ത് ഇന്ന് പോയിട്ടില്ലെന്ന് പറഞ്ഞു. ആണോ, വെറുതെ അല്ല അവൻ ഫോൺ എടുക്കാത്തത്. പിന്നെ എനിക്ക് ചേച്ചി എന്നല്ല കേട്ടോ, രേവതി ഉണ്ടാക്കിയ ആ ഒരു ചിക്കൻ കുറുമ ഉണ്ടല്ലോ, ചിക്കൻ കുറുമ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി, അപ്പൊ അത് കഴിക്കാൻ കൊതിയാവുക എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ഒരു കാരണം മാത്രമാണ് അത്, ശ്രീകാന്ത് എവിടെ ഉണ്ടെന്ന് അറിയാനുള്ളൊരു കാരണമാണ്. അപ്പൊ അത് കഴിക്കാൻ തോന്നുമെന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഇവിടെ ചിക്കൻ ഇരിപ്പുണ്ട്, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരാം, സ്റ്റുഡിയോയിലേക്ക് വന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ആണോ, എങ്കിൽ പിന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, എനിക്ക് അതിന്റെ ആ ഒരു ടേസ്റ്റ് ഇതുവരെ നാവിന്ന് പോയിട്ടില്ല, അറിയാലോ ഞാനൊരു ഭക്ഷണപ്രിയാണെന്ന്. എന്നാൽ പിന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. ഏതായാലും നമ്മുടെ രേവതി ഒന്നും മടിച്ചില്ല. രേവതി ആ ചിക്കൻ കുറുമ ഉണ്ടാക്കുകയാണ് കേട്ടോ. ചിക്കൻ കുറുമ ഉണ്ടാക്കി നമ്മുടെ ശ്രീകാന്തിനെ കൂട്ടി. ഏതായാലും ശ്രീകാന്ത് വന്ന ഉടനെ തന്നെ ശ്രീകാന്തിനോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ വിളിച്ചെന്നോട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവൾക്ക് ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ചിക്കൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ആ ഒരു ഐറ്റം കഴിക്കണം എന്ന് പറഞ്ഞ് ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ, എന്താ വേണ്ട എടുത്തി, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാകുന്ന കേസല്ലേ എന്ന് പറഞ്ഞപ്പോൾ, ആർക്ക് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എൻ്റെ കൂടെ നീ വരാൻ തയ്യാറാണോ? വാടാ, എന്തുവാടാ, പാവോടാ, ആ കൊച്ചു ചോദിച്ചതല്ലേ, ആ കൊച്ചു ചോദിച്ച സ്ഥിതിക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലോ? അതുപോലെ അന്ന് എൻ്റെ ഭർത്താവിനെ നമ്മുടെ സച്ചേട്ടനെ വെളിയിലിറക്കാൻ വേണ്ടി സഹായിച്ച കൊച്ചല്ലേ, അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ലേ, മോശമല്ലേ, നീ വാടാന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിന്റെ കൂടെയാണ് പോകുന്നത്. അപ്പം ഏതായാലും ആ ഒരു ഹോട്ടലിലല്ല, ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ചെന്നു. ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി തന്നെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതി തന്നെ ഇങ്ങനെ പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും പുറകെ രേവതിക്ക് ഒരു ധാരണ ഉണ്ടല്ലോ കയറി വരുന്ന ശ്രീകാന്ത്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഇടത്തി പൊക്കോളാൻ പറഞ്ഞു. അതെന്താടാ, നീയും കൂടെ കയറി വാടാ, നീ തന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, ബാ കയറി വാന്ന് പറഞ്ഞ് രേവതിയുടെ നിർബന്ധപ്രകാരം നമ്മുടെ ശ്രീകാന്തും കയറി അകത്തേക്ക് ചെല്ലുകയാണ്. കാരണം ശ്രീകാന്തിന് അറിയാം വർഷയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടി വിട്ടു പോകും. നമ്മുടെ ശ്രീകാന്തിന് വർഷേനെ ഇഷ്ടമൊക്കെയാണ്, അതുകൊണ്ട് തന്നെ വർഷയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് ഉറപ്പുണ്ടല്ലോ, ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തണമല്ലോ, അത്രയ്ക്കും കാര്യമായിട്ട് സച്ചി പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് കാണാതെ പരമാവധി മാറി നിന്നത്, കോൾ എടുക്കാതെയൊക്കെ മാറി നിന്നത്. പക്ഷെ സമ്മതിക്കൂല എന്ന മട്ടിലാണ് രേവതി. അങ്ങനെ രേവതിക്ക് ഇതൊന്നും അറിയത്തുമില്ല, പാവം. രേവതി അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഇവരെ കണ്ടതും ആദ്യം തന്നെ വർഷം നമ്മുടെ ശ്രീകാന്തിനെയാണ് നോക്കിയത്. ശ്രീകാന്തിനെ ഒരു രൂക്ഷ നോട്ടം നോക്കി. പക്ഷെ ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയില്ലാത്തത് കൊണ്ട് തന്നെ രേവതി അത് കാര്യമാക്കി എടുത്തുമില്ല, രേവതി അത് ശ്രദ്ധിച്ചില്ല. രേവതി പറഞ്ഞു, ഇതേ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാ രേവതി എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ച് ആ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ വർഷം ചോദിക്കുന്നുണ്ട്. പക്ഷെ ശ്രീകാന്തിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. ശ്രീകാന്തിനോട് ഒരു കാര്യവും ചോദിക്കുന്നില്ല, ചോദിക്കുന്ന മുഴുവൻ രേവതിയോടാണ്.
അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് രേവതിയോട് പറഞ്ഞത്, അതെ അന്ന് ഡബ് ചെയ്ത ആ സീരിയൽ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിപ്പുണ്ട്, അപ്പോൾ ഒരു കാര്യം ചെയ്യുമോ, ഒന്ന് ഡബ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും രേവതി ചോദിച്ചു, അത് വേണോ, അതെങ്ങനെയാണ് ശരിയാവുന്നത്, അത് ശരിയാവില്ല, വേണ്ടെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ പൊന്ന് രേവതി, നീ അന്ന് ഡബ് ചെയ്തത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതാ. അതുമല്ല അന്ന് ആ ഒരു ഡബിങ് തന്നെ എത്ര റേറ്റിംഗ് പോയ കഥയാണെന്നറിയാമോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ബാ എടുത്തി, ഞാൻ ഇടത്തിനെ കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞിട്ടോ. പക്ഷേ രേവതി തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് കുറച്ചു നേരം സംസാരിക്കാൻ സമയം കിട്ടൂല, ആരുമായിട്ട്, പുള്ളിക്കാരനുമായിട്ട്, ശ്രീകാന്തുമായിട്ട്. അതുകൊണ്ടാണ് വർഷ പതുക്കെ നൈസ പറഞ്ഞയക്കാൻ നോക്കിയത്. അങ്ങനെ ഡബിങ് സ്റ്റുഡിയോയിലേക്ക് കയറി ചെല്ലണം. അപ്പൊ ഇതിനിടയിൽ വേറൊരു സംഭവം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ മിസ്സാക്കി കളഞ്ഞു. നമ്മുടെ സുധി വീട്ടിൽ വരികയും സുധി വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും തന്നെ ചോദിക്കുന്നുണ്ട്, ചന്ദ്ര ജോലിയൊന്നും ആയില്ലേടാന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മയെ ഇങ്ങനെ എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യല്ലേ, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ മനഃപൂർവ്വം ജോലി കളയുന്ന അല്ലല്ലോ അമ്മ, എൻ്റെ ജോലി കിട്ടുന്നില്ല, എനിക്കറിയില്ല എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളാ, അതുമല്ല അടുത്ത മാസം ഈ വീട്ടിൽ ചെലവിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞേക്ക്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാതെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ, മോനെ നിന്നെ ശല്യം ചെയ്തതല്ല, ഏതായാലും നിന്റെ പേരിൽ കുറച്ച് പൂജയും വഴിപാടും ഒക്കെ ഞാൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തോ ഒരു കഷ്ടകാലം കണ്ടകശനി നിന്നിൽ പിടിച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ബോധമുള്ള എൻ്റെ കൊച്ചിന് ജോലി ഇല്ലാതിരിക്കുവോ? അങ്ങോട്ട് ചന്ദ്ര അങ്ങ് പറഞ്ഞു, എങ്കിൽ പിന്നെ മോനൊരു കാര്യം ചെയ്യുക, ഇവിടെ ഇരിക്കുക, ഞാൻ പോയി അവള് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭാമ. അപ്പൊ ഭാമയുടെ കൂടെ പോയി കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് പോയി. അപ്പോഴേക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, ഇന്ന് ബുക്ക് ചെയ്യണമെന്നും പറഞ്ഞു. എവിടെ, ഏജൻസിയിൽ വിളിച്ച് ബുക്ക് ചെയ്യണം, ഇവർക്ക് എവിടെയെങ്ങാണ്ട് ഹണിമൂണിന് പോകണമല്ലോ, അപ്പൊ അവിടെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ശ്രുതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കോഞ്ഞാട്ടയായി പോകും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുധി, എങ്കിൽ പിന്നെ അച്ഛൻ്റെ 1,00,000 രൂപ അമ്മ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് അമ്മയുടെ അലമാരി തന്നെ ആയിരിക്കാം. എങ്കിൽ പിന്നെ അതിൽ നിന്ന് ആ 1,00,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പൈസ കിട്ടും, മിച്ചമുള്ള പൈസ ശ്രുതിക്കും കൊടുക്കാം, ശമ്പളം കിട്ടിയതാന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കാമല്ലോ. അങ്ങനെ പതിയെ പുള്ളിക്കാരൻ അലമാരയുടെ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ റൂമിനകത്ത് കയറി പതിയെ അലമാരയുടെ അകത്ത് നോക്കി, കീയൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് നമ്മുടെ ശ്രുതിക്ക് അറിയാം. അങ്ങനെ അലമാരയുടെ അകത്ത് നിന്ന് ആ ഒരു പൈസ തുറന്നെടുക്കുകയാണ് കേട്ടോ. ഏതായാലും 1,00,000 രൂപ കണ്ടതും ആർത്തി പിടിച്ചതെടുത്ത് നേരെ അതുമായിട്ട് ആ ഏജൻസിയിൽ പോയി 2 ടിക്കറ്റും ബുക്ക് ചെയ്തു, തിരിച്ചു വരാനുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ സുധി അവിടെ വലിയൊരു വിലപ്പെട്ടവനായിരിക്കുകയാണ്. ഒന്ന് ഓർത്തോണം, നമുക്ക് എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ അപ്പം നമുക്ക് നിന്നു പോകാൻ പറ്റും, പക്ഷേ ഒരിക്കലും കള്ളത്തരം ചെയ്യിക്കില്ല. അത് തന്നെ നമ്മുടെ സുധിയുടെ കാര്യത്തിലും സംഭവിക്കാനൊക്കെ പോകുന്നത്. കള്ളത്തരം ചെയ്യിക്കാൻ പോകുന്നില്ല. സച്ചി ആ വീട്ടിലുള്ളിടത്തോളം കാലം സുധി തലയും കുത്തി മറിഞ്ഞാലും നമ്മുടെ സച്ചി സുധീനെ കണ്ടുപിടിച്ചിരിക്കും, മോഷ്ടിച്ച മുതൽ പൊക്കിയിരിക്കും. അതൊക്കെ അറിയാം. 100 പ്രാവശ്യം ചെയ്താലും പഠിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഇങ്ങനെയാണ് ചിലവര്, എത്ര വട്ടം പണി കിട്ടിയാലും പഠിക്കില്ല. ഏതായാലും അവിടെ ആ ഒരു സീൻ കാണിച്ച് നിർത്തിയിട്ട് പിന്നെ നേരെ സ്റ്റുഡിയോയിലേക്ക് പോവാണ് കേട്ടോ. സ്റ്റുഡിയോയിൽ നമ്മുടെ രേവതി ചെല്ലുന്നു ഡബ് ചെയ്യാൻ വേണ്ടി. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് അയാൾ പറയുകയാണ്, രേവതി വാ രേവതി, രേവതിയുടെ ഡബിങ് അന്ന് നല്ലതായിരുന്നു കേട്ടോ, എങ്കിൽ പിന്നെ ഡബ് ചെയ്യാൻ തുടങ്ങിക്കോളാൻ പറയുക. അങ്ങനെ രേവതിക്ക് ആദ്യത്തെ ആ ഒരു ശമ്പലമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ ഒത്തിരി റിഹേഴ്സൽ ഒന്നും ചെയ്യേണ്ട വന്നില്ല. നമ്മുടെ രേവതി ആദ്യത്തെ ആ ഒരു ഇതിൽ തന്നെ ആ ഒരു ഡബിങ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അന്നത്തെ പോലെ തന്നെ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള സംഭാഷണം, അതും അമ്മായിയമ്മ മരുമകളെ പേടിപ്പിച്ച് വിറപ്പിച്ച് നിർത്തുകയാണ്. മരുമകൾ തിരിച്ചു തർക്ക മറുപടി കൊടുക്കുന്ന ഒരു സംഭാഷണമാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു, അല്ല സാർ എന്താ എപ്പോഴും ഇങ്ങനെ തന്നെ മരുമകളെ താഴ്ത്തി കെട്ടുകയും അമ്മായിയമ്മ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഈ അമ്മായിയമ്മയും മരുമകളും ചേരില്ലെന്നേ, അതുമല്ല ഇത് പണമുള്ളൊരു വീട്ടിലെ അമ്മായിയമ്മയാ, മകളൊരു പാവപ്പെട്ട വീട്ടിലെ എന്ന് പറഞ്ഞപ്പം, അതെന്താ പണമുള്ള വീട്ടിലെ അമ്മായിയമ്മയ്ക്ക് മാത്രമേ നാക്കുള്ളൂ, പാവപ്പെട്ട വീട്ടിലെ മരുമകൾക്ക് നാക്കില്ലേ, ജീവിക്കണ്ടേ, അതെന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു കഥ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചപ്പം, അങ്ങനെയൊക്കെ കഥ വെച്ചാലേ എൻ്റെ പൊന്നുമോളെ ആൾക്കാർ കാണത്തുള്ളൂ, അതൊക്കെ അതിൻ്റെ ഒരു ട്രിക്കാണ്, ഏതായാലും അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു സീനൊക്കെ ഇതിൽ ഒപ്പിച്ചു വെക്കുന്നതെന്ന് പറഞ്ഞു. ബാക്കി കാര്യം നമ്മുടെ രേവതിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് രേവതി നേരെ കയറി ഡബ് ചെയ്യാണ്. അപ്പൊ ഡബ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അവിടെ ഇരിക്കുന്ന ആ ഒരു സാറിനെ നമ്മുടെ വർഷ വിളിച്ചിട്ട് പറഞ്ഞ് ശ്രീകാന്തിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാറ്, നമ്മുടെ വർഷയുടെ അടുത്തേക്ക്. വർഷയുടെ സിസ്റ്റമാറ്റിക്കൽ മൂവ്മെന്റ്സ് ആണെന്ന് ഓർത്തോണേ. നമ്മുടെ വർഷയ്ക്ക് ശ്രീകാന്തിനെ തനിയെ കിട്ടണം കുറച്ചു നേരം സംസാരിക്കാൻ. ഇവരുടെ തമ്മിലെ പ്രശ്നം എന്താണെന്നൊന്നും ഇതുവരെ വർഷയ്ക്ക് അറിയില്ല. വർഷ ഇഷ്ടം തുറന്ന് പറയുകയും ചെയ്തു. ഏതായാലും ആ ഒരു സമയത്താണ് ആ സാറ് പറഞ്ഞു, അതേ ശ്രീകാന്തെ പുറത്ത് വിളിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ശ്രീകാന്ത് ചെന്നു കേട്ടോ. ചെന്നപ്പോഴത്തേക്കും വർഷയ, അപ്പം ശ്രീകാന്ത് ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും വർഷയാ, അതേ ഇങ്ങനെ വിളിച്ചിട്ട് ഞാനാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പതുക്കെ ചെന്നു അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, അതെ എൻ്റെ വായിലിരിക്കുന്നത് നല്ലത് നിങ്ങൾ കേൾക്കും,
ഞാൻ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? ഒരു പ്രാവശ്യം ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് എടുത്തുമില്ല, ഒരു കോണ്ടാക്ട്സും ഇല്ലഞ്ഞിട്ട് ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയാമോ? എനിക്കറിയില്ല, ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് വേറെ ആരുമായിട്ട് ഇങ്ങനെ ഞാൻ മിങ്കിളായിട്ടില്ല. എനിക്കറിയില്ല, എനിക്ക് നിങ്ങളെ കാണാതിരിക്കാനോ സംസാരിക്കാതിരിക്കാനോ പറ്റാത്തത് കൊണ്ട് എൻ്റെ മനസ്സിലുള്ള പ്രണയം വരെ ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് എന്താ നിങ്ങൾ തമാശയായിട്ട് എടുത്തതാണോ, അതോ നിങ്ങൾ എന്നെ വെറുതെ നിങ്ങളുടെ പുറകെ നടത്തിപ്പിക്കാനുള്ള നിങ്ങളുടെ മൂവ്മെന്റ്സ് ആണോ ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്താ ശ്രുതി, ഞാൻ നിന്നെ പുറകെ നടത്തിച്ചിട്ട് എനിക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചു. ശ്രുതി അല്ലാട്ടോ, സോറി വർഷ, പേര് മാറി പോകുന്നുണ്ടോ എന്ന് ക്ഷമിച്ചോണേ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അതെ, നിങ്ങൾ ചിലപ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചെങ്കിലും നിങ്ങളുടെ ഈ പ്രവൃത്തിയും പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഒരു വിലയും എനിക്ക് തരുന്നില്ല. പോട്ടെ, വേണ്ട, നിങ്ങളൊരു വിലയും എനിക്ക് തരണ്ട. അറ്റ്ലീസ്റ്റ് ഒരു കോള് വിളിക്കുമ്പോഴെങ്കിലും ഒന്ന് എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമുണ്ടോ? എന്താ കാരണം എന്നെങ്കിലും പറയാലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയത്തില്ലേ? നിങ്ങളൊരാണല്ലേ? ഇതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ വർഷ, എന്താ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെങ്കിൽ ഇപ്പം പറഞ്ഞോ, ഇപ്പം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തുറന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് വർഷേനെ ഇഷ്ടം, എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയായിരുന്നു നമ്മുടെ വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വർഷയ്ക്ക് മൊത്തം ബ്ലാങ്ക് ആയി പോയിട്ടോ. വർഷയ്ക്ക് ഒരു വല്ലാത്തൊരവസ്ഥയായി പോയി. വർഷ, എന്താ ശ്രീകാന്ത് പറഞ്ഞത്? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് വർഷ. പക്ഷേ എനിക്ക് ആ ഇഷ്ടം നിന്നോട് പറയണമെന്നുണ്ട്. അത് പറഞ്ഞാലും അത് നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം നമ്മുടെ മനസ്സിൽ ഒതുക്കുന്നതല്ലേ, അതെ, ഇനിയൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് വാങ്ങ് പൊത്തിപ്പിടിച്ചു നമ്മുടെ വർഷ. എന്നിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിലല്ലേ ഇഷ്ടപ്പെടുന്നത്? എന്താ നമ്മുടെ വീട്ടുകാരുടെ വിഷയം കാരണമാണോ നമ്മുടെ ഈ ഇഷ്ടം നമ്മൾ മാറ്റി വെക്കേണ്ടത്? നമ്മുടെ വീട്ടുകാർ തമ്മിലല്ലോ കല്യാണം കഴിക്കുന്നത്. ഞാനും ശ്രീകാന്തും തമ്മിലല്ലേ കല്യാണം കഴിക്കുന്നത്. രണ്ട് മനസ്സുകൾ തമ്മിലല്ലേ ചേരേണ്ടത്. അല്ലാതെ എല്ലാ മനസ്സുകളെയും ചേർത്ത് വെച്ചിട്ട് നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ? നമ്മളൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല ശ്രീകാന്ത് ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്നത്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇഷ്ടപ്പെട്ട് അവർ തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു. അതൊന്നും ഇതുവരെ ശ്രീകാന്തിന് അറിയില്ലേ? ഏതായാലും ഇനി ശ്രീകാന്ത് ഒന്നും പറയരുത്. എനിക്ക് ശ്രീകാന്തിന് ഒരുപാട് ഇഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞു. ഇപ്പം ശ്രീകാന്ത് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ മാത്രം കേട്ടാൽ പോരാ, എനിക്ക് വെട്ടി തുറന്ന് പറഞ്ഞത് കേൾക്കണം. ഈ സിനിമയിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ, ഐ ലവ് യു എന്നൊക്കെ പറയില്ലേ, അതുപോലെ പറയുന്നത് എനിക്ക് കേൾക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ശ്രീകാന്ത് മനസ്സ് തുറന്ന്, ശ്രീകാന്തിന് ഇഷ്ടമാണല്ലോ വർഷനെ. അപ്പം ശ്രീകാന്ത് പറഞ്ഞു, ഐ ലവ് യു വർഷ എന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഒരൊറ്റ കെട്ടിപ്പിടുത്തമാട്ടോ നമ്മുടെ വർഷ പിടിക്കുന്നത്, വിടുന്നേ ഇല്ല. ശ്രീകാന്ത് പറഞ്ഞു, വിട് വർഷ, ഇപ്പം ഏടത്തി എങ്ങനെ വന്ന കാണിലേശി മോശമല്ലേ, വിട് വർഷ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഏടത്തി ഒന്നും വരാൻ പോകുന്നില്ല. എൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്നേ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ശ്രീകാന്തെ. ഞാൻ അത്രമാത്രം സന്തോഷിക്കുന്നു. ഇത്രയും നേരം ഞാൻ ഓഫായിരുന്നു, ഇപ്പം എന്തോ ഞാൻ ഓണായ പോലെ എനിക്ക് തോന്നുന്നത്. അപ്പം നീ എന്നെ ഇങ്ങനെ തളർത്താതെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും അടിപൊളി സീനുകളൊക്കെ തന്നെയാണ്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അതിൻ്റെ കൂടെ അവിടെ കട്ടെടുത്തോണ്ട് പോയിട്ടുണ്ട് പുള്ളിക്കാരൻ, 1,00,000 രൂപ. അതിൻ്റെ മറുപടി ഇനി പുറകെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശരത്തിൻ്റെ തലവണ്ടയെ കൊണ്ട് വെക്കാനൊക്കെ പുള്ളിക്കാരൻ ശ്രമിക്കും. ആര്? സുധി കള്ളൻ. അപ്പം ഏതായാലും സച്ചി ഉള്ളിടത്തോളം കാലം ഇതൊന്നും നടപ്പോവില്ല, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ സുധീനെ പൂച്ചക്കുഞ്ഞിനെ പോലെ തൂക്കിയെടുത്തൊരൊറ്റ ഏറെറിഞ്ഞ കള്ളത്തരമെല്ലാം പൊളിച്ചടക്കി കൈ പൂട്ടിക്കെട്ടി കൊടുക്കും നമ്മുടെ സച്ചി. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട്, നമ്മുടെ സച്ചിയും രേവതിയുടെയും ആ ഒരു ഹഗ് സീൻ ഇതുവരെ വന്നിട്ടില്ല. അതെന്താണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്കും അറിയില്ല കേട്ടോ. ഞാനും ഇന്ന് വരും നാളെ വരും എന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. ഇതുപോലെ ആ ഒരു സീൻ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം കേട്ടോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതും വേറെ ഒന്നിനും അല്ല, ആ ഒരു ഹഗ് കൊടുക്കുന്നത് നമ്മുടെ ശരത്തിനെ രക്ഷിക്കുന്ന ആ ഒരു മൂമെന്റ്സ് ഉണ്ടല്ലോ, ആ ഒരു സീനുണ്ടല്ലോ. അതായത് ഒരുപാട് ശരത്തിനെ കള്ളനാക്കുകയാണ് അവിടെ. ശരത്തിനെ കള്ളനാക്കുമ്പോൾ നമ്മുടെ സച്ചിയാണ് ശരത്തിനെ രക്ഷിക്കുന്നത്. അപ്പൊ പിന്നെ രേവതി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാതിരിക്കുമോ നമ്മുടെ സച്ചിക്ക്? അപ്പൊ ആ ഒരു സീനാണ്. അത് ഇന്ന് വരുമോ നാളെ വരുമോ എന്നൊന്നും അറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ആഴ്ച തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത വിശേഷമായിട്ട് വരാട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.